മനുഷ്യൻ കടുത്ത വരൾച്ചയിലാണ്. ആ വരൾച്ചയ്ക്ക് ചില കാരണങ്ങളുണ്ട്. ഭൗതികമായ കാരണങ്ങളും അതുപോലെ അഭൗതികമായ കാരണങ്ങളും. ഭൗതികമായ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ വൃക്ഷത്തെ നശിപ്പിക്കുകയും ശക്തമായ താപം അധികരിക്കുകയും ചെയ്യലാണ്. എന്നാൽ ഇത് രണ്ടിനെയും ആദ്യം നാം പരിഹരിക്കേണ്ടതുണ്ട്. അതായത് ധാരാളം വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കുകയും ശക്തമായ താപം ഉണ്ടാകുന്നതിനെ നാം തടഞ്ഞു നിർത്തുകയും ചെയ്യുക. എന്നാൽ അഭൗതികമായ ചില കാരണങ്ങൾ ഉണ്ട്. ഈ ഭൗതികമായ കാരണങ്ങളെ പരിഹരിക്കുന്നതിനോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അഭൗതികമായ കാരണങ്ങൾ കൂടി പരിഹരിക്കാൻ വേണ്ടി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ കൂടി പറഞ്ഞു, ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. നിങ്ങൾ തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട്, നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ പാപമോചനം ചോദിക്കുക. തീർച്ചയായിട്ടും അവൻ ധാരാളമായി പാപം പുറത്തു തരുന്നവനാകുന്നു. യുർസിലു സമാഅ അലൈക്കും മിദ്റാറ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പാപമോചനം നൽകുക വഴി, നിങ്ങൾ പാപമോചനം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അല്ലാഹു തആല പാപമോചനം നൽകും. അതുവഴി നിങ്ങൾക്ക് ധാരാളമായി കുത്തിച്ചൊരിയുന്ന മഴയെ അല്ലാഹു സുബ്ഹാനഹു വ തആല വർഷിപ്പിക്കുകയും ചെയ്യും. തുടർന്നുള്ളതായ ആയത്തിൽ നമ്മെ അല്ലാഹു തആല പഠിപ്പിക്കുന്നു, ആ പാപമോചനം ചോദിക്കുന്നത് കാരണമായിട്ട് നിങ്ങൾക്ക് സന്താനങ്ങളെയും മുതലുകളെയും അല്ലാഹു തആല വർദ്ധിപ്പിച്ചു തരും. നിങ്ങൾക്ക് തോട്ടങ്ങൾ അല്ലാഹു തആല നൽകും, നദികൾ നൽകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ കൂടി നമ്മെ ഉണർത്തുകയാണ്. പാപമോചനം കൊണ്ട് ധാരാളം ഗുണങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത്. ഒന്ന്, ധാരാളം മഴയെ വർഷിപ്പിക്കുന്നു, സന്താനങ്ങൾ ഉണ്ടാകുന്നു, ധാരാളം മുതലുകൾ ഉണ്ടാകുന്നു, നദികൾ ഉണ്ടാകുന്നു, തോട്ടങ്ങൾ ഉണ്ടാകുന്നു. ഇത്തരം ഗുണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പാപമോചനത്തിലൂടെ നമുക്ക് നൽകുന്നു എങ്കിൽ പാപമോചനം പ്രധാനപ്പെട്ട ഒരു ആയുധമാണ്. നമുക്ക് മഴ അത്യാവശ്യമാണ്, വെള്ളം അത്യാവശ്യമാണ്, ഭൗതികമായ ജീവിതത്തിന് വളരെ അത്യന്താപേക്ഷിതമായ ഒന്നാണ് എന്ന് മാത്രമല്ല ആത്മീയമായ ജീവിതത്തിനും അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇരുകരങ്ങൾ ഉയർത്തിക്കൊണ്ട് പശ്ചാത്തപിച്ചുകൊണ്ട് ശുദ്ധമായ ഒരു ജീവിതത്തിലേക്ക് കടന്നാൽ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ശക്തമായ പരീക്ഷണത്തിൽ നിന്ന്, മഴയില്ലാത്ത പരീക്ഷണത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ സാധ്യമാകും. റബ്ബ് സുബ്ഹാനഹു വ തആല നല്ലവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.